എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉച്ചയൂണിനെ പറ്റിയുള്ള വീഡിയോ ആണ്. നല്ല മട്ടയരി ചോറുണ്ട്, നല്ല നവര ഫ്രൈ ഉണ്ട്, സാലഡുണ്ട്, മീൻ കറി, നല്ല മണ്ടനൊരു അവിയലുണ്ട്, രസമുണ്ട്. ഇതാണ് എൻ്റെ സ്പെഷ്യൽ, എൻ്റെ ഫേവറേറ്റ് സാധനം തല. ഇവിടെ തലക്കറി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പം ഇതില്ലാതെ ഒരു ഊണ് കഴിക്കൽ ആലോചിക്കാൻ കൂടി സാധിക്കില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ അതിനുള്ള പച്ചക്കറി എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിയൽ വെക്കാം. അവിയലിന് വേണ്ട പച്ചക്കറിയെല്ലാം ഒരു മൺചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ നമുക്ക് എടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് വെക്കുന്നത്. ഒരു പഴമ നിലനിർത്തുക എന്നാണ് ഉദ്ദേശം. പക്ഷേ മഴക്കാലമായതുകൊണ്ട് വിറക് കിട്ടാനില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഗ്യാസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി നല്ല രീതിയിൽ തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കണം. ഇനി അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പിനുള്ള തേങ്ങ ചിരകിയിട്ടുണ്ട്. നിങ്ങൾ വലിയ പീസൊക്കെ കാണും, അതൊന്നും നിങ്ങൾ മൈൻഡാക്കണ്ട. ഇതാണ് നമ്മുടെ തേങ്ങ ചിരിയത്. അപ്പോൾ ഇതിന് വെച്ച് നമുക്ക് അരപ്പ് അരയ്ക്കണം. ഓക്കെ. അവിയലിന് വേണ്ട അരപ്പായിട്ട് ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, ലേശം മുളക് പൊടി. പിന്നെ ഇതും നിങ്ങളുടെ ചോയ്സാണ്. ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ഇടും, ചിലയിടത്ത് ഇടത്തില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് അരഞ്ഞു പോകാതെ, വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ അവിയൽ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ അരപ്പ് നമുക്കിതിനകത്തിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ആവിയിലിരുന്ന അരപ്പ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സാക്കി എടുക്കണം. സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തൈര്. പിന്നെ തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. കാരണം നല്ല പുളിയുള്ള തൈര് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പുളിപ്പ് ഫ്രണ്ടിലോട്ട് നിൽക്കും. അത് ഇഷ്ടമല്ലാത്തവർ പുളിപ്പില്ലാത്ത തൈര് എടുത്തിട്ട് എന്ത് ചെയ്യുക, അവിയലിൽ ചേർക്കുക. അതല്ല, ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനത്തെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഈ നവര മീനാണ്. കിളിമീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നിവനെ കറി വെച്ച് കുറച്ചൊക്കെ എടുത്ത് വറുക്കാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മുടെ നവരമീനിനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ വറുക്കുകയും വേണം, കറിയൊക്കെ വേണം. ഇനി വറക്കാനുള്ളത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ കറി മസാല പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, ഇതൊക്കെ തുടങ്ങിയ സാധനങ്ങൾ എല്ലാം വെച്ച് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കണം. നമ്മുടെ നവര മീൻ നല്ല രീതിയിൽ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല മണം വരുന്നുണ്ട്. വീഡിയോ കിട്ടൂല കേട്ടോ. നല്ല തേങ്ങ അരച്ച നവരമീൻ കറിയും ഇതവിടെ റെഡിയാവുന്നുണ്ട്.